നിങ്ങളെപ്പോൾ ആ നിധി കോട്ടയ്ക്ക് പുറത്ത് കൊണ്ടുവരുന്നുവോ തൽക്ഷണം അവനും ആ കോട്ടയും നാമാവശേഷമായി തീരും. എന്താ ഷോക്കായി? നീ എന്താ ഇവിടെ? ഈ ചോദ്യം നീ ചോദിക്കരുത്. നിന്നെ ഇങ്ങോട്ട് അയച്ചതേ ഞാനാ. നീ എന്തൊക്കെയായി പറയുന്നേ? നീ കോട്ടയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഇവിടെ പതിഞ്ഞുപോയി. ആ നിധി എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി AK ഡോഗ്രയുമായി കൈകോർത്തു. എടാ, ഈ നിധി നിന്റെയോ എന്റെയോ അല്ല, ഇത് സർക്കാരിന് അവകാശപ്പെട്ടതാണ്. വെൽ വെൽ വെൽ, നിനക്ക് അത്രത്തോളം ദേശഭക്തി ഉണ്ടെങ്കിൽ ദിവസവും 10 പ്രാവശ്യം ജനഗണമന ചൊല്ല്. പതാകയുമേന്തി കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്ക്. ബട്ട് ഈ നിധി കൊടുക്കുമെന്ന് മാത്രം പറയരുത്. വേണ്ട സൂര്യ, വേണ്ട. ഇതെന്റെ 50 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. ഞാനിത് നിനക്ക് വിട്ടുതരില്ല. ഹരഗോപാൽ, നിന്നെ കൊല്ലാതെ ഈ നിധി എടുത്തുകൊണ്ട് പോകാന്നാ ഞാൻ വിചാരിച്ചേ. ബട്ട് നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും എന്നാണ് വിധിയെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതാണ് നീ അർഹിക്കുന്ന ശിക്ഷ. What? Oh no! Shit! എല്ലാം പ്ലാനിങ്ങിലാ ചെയ്ത്. എവിടെയാ മിസ്റ്റേക്ക് പറ്റിയത്? ഹരഗോപാൽ,
ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. ഹരഗോപാൽ തന്റെ കൂട്ടാളികളുമായി ചേർന്ന് നേടിയ നിധി ഇന്ത്യ ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് മരണത്തെ പോലും മുഖാമുഖം കണ്ട് അതിശയിപ്പിക്കുന്ന വിജയം നേടിയ ഹരഗോപാലിന് ഗവൺമെന്റ് ഭീഷ്മ അവാർഡ് നൽകി ആദരിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഗുഡ് മോർണിംഗ് ഗുരുജി. വാരാജു ഇരിക്കി. ആ എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല ഗുരുജി. എന്താ ഗുരുജി, നമ്മളെ പറ്റിയാണോ? നമ്മുടെ മിഷനെ പറ്റി പേപ്പറിൽ എക്സലന്റ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സൂപ്പർ ഗുരുജി. അതല്ല, 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ, എവിടായിരുന്നു? അത് വന്നിട്ട് നിങ്ങളോട് പറയാന്നാ വിചാരിച്ചേ, പക്ഷേ സമയം കിട്ടാതെ അത്. ഹലോ, ഓക്കെ, സി യു, ബൈ. എന്താ ഗുരുജി ഇത്, നിങ്ങളിത് വീണ്ടും തുടങ്ങുവാണോ? അതേടാ, ഗാന്ധാരിക്കോട്ട. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ ഗുരുജി, എന്നെ വിട്ടേക്ക്. എടാ, ഞാനൊരു കല്യാണം കഴിച്ച് സെറ്റിൽ ആവട്ടെ. കല്യാണം കഴിച്ച ആരെങ്കിലും നന്നായിട്ടുണ്ടോടാ? അയ്യോ ഗുരുജി, ഇത്തവണ വിട്ടേക്ക് പ്ലീസ്. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ ചോദിക്കാം, ഒരു കല്യാണം കഴിച്ചിട്ട് പ്ലീസ്. ശരി, എന്തെങ്കിലും ചെയ്തിട്ട് പോയി ചാക്. അതാണ് ഗുരുജി. വാ 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 വാ. ഓ, റിയാണോ? നമസ്തേ സർ. അതായത് ഗുരുജി, ഈ മാസത്തിൽ നല്ല മുഹൂർത്തമുണ്ട്, കല്യാണം കഴിച്ചോട്ടെ. അത്ര അർജന്റ് ആണോ? കല്യാണം കഴിച്ചോ, പക്ഷേ ആദ്യം നമുക്ക് ആ കാന്താരിക്കോട്ടെ. എന്റെ പൊന്നെ, ഒറ്റയ്ക്കങ്ങ് പോയാ മതി. നിങ്ങളോട് ഇരുന്ന് നീ കെട്ടാൻ പറ്റില്ല. നീ വാടി, നമുക്ക് പോവാം. രാജു നിൽക്കടാ, നമുക്ക് ഒരുമിച്ച് പോവാം.